ഹായ്, ഞാൻ സുഫിയാൻ. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലെ ഏതോ ഒരു ഉദ്യാനത്തിലാണ്. നല്ലപോലെ കൊതുകടി കിട്ടുന്നുണ്ട്. പക്ഷെ മഴ ഒന്ന് ശമിച്ചത് കാരണം ഒരു ഔട്ട്ഡോർസ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ പെർഫ്യൂം അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കേട്ടിരിക്കാൻ ചാൻസ് ഉള്ള ഒരു പേരായിരിക്കും ഫ്രാൻസിസ് കുബ്ജാൻ, അല്ലെങ്കിൽ മേസൺ ഫ്രാൻസിസ് കുബ്ജാൻ. ഫ്രാൻസിസ് കുബ്ജാൻ എന്ന പെർഫ്യൂമർ പല ലെജൻഡറി ക്രിയേഷൻസിനും പേര് കേട്ട ആളാണ്. JPGയുടെ ലമാൽ, അൾട്രാമെയിൽ, പിന്നെ അതുപോലെ തന്നെ ബക്ര റൂജ്, 540, ഫുഡ് സാറ്റിൻ മൂഡ്, അങ്ങനെ ഒരുപാട് പെർഫ്യൂംസ് ആളുടെ പേരിലുണ്ട്. അപ്പോൾ ആ ഒരു പെർഫ്യൂമർ എന്ന നിലയ്ക്ക് നല്ല പേര് കേട്ട ഒരാളാണ് ഫ്രാങ്ക് കോമ്പൽ. പക്ഷെ ഒരു സംവിധായകനെ പോലെ, ഒരു സിനിമാ സംവിധായകനെ പോലെ ഇപ്പോഴും ഹിറ്റുകൾ തന്നെ സമ്മാനിക്കാൻ ആൾക്കാർക്ക് സാധിക്കാറില്ല. ചില സമയത്ത് അവർ തെറ്റായിട്ടുള്ള സിനിമ, തെറ്റല്ല, ഭയങ്കര രസമില്ലാത്ത സിനിമകളും എടുക്കാറുണ്ട്. അപ്പൊ അതുപോലെ വളരെ പേര് കേട്ട ഒരു പെർഫ്യൂം, ഈ ഒരു ഫ്രാങ്ക് കോമ്പൽ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള, അതിനെ ഡിസൈനർ ആണെ കൂടെ ഒരു നീഷ് ലെവൽ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു പെർഫ്യൂം ആയിരുന്നു ഡിയോർ പാർഫം. പക്ഷെ പുള്ളി ഇതിനെ 2025 പരിഷ്കരിച്ചിറക്കി. ഒരുപാട് ബാക്ക്ലാഷ്, അതായത് എന്തൂസിയാസ്റ്റുകളൊക്കെ അതിനെ കുറ്റം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഇതിന്റെ പ്രൈസ് ഇനിയും ഉയരുകയും ചെയ്യും. ഒരു ബ്യൂട്ടിഫുൾ ക്രിയേഷൻ എന്ന നിലയ്ക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം. 2025 വർഷം ഞാൻ ഡ്യൂട്ടി ഫ്രീന്ന് ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ പുള്ളി ഒരു മോർ വെയറബിൾ വെർഷൻ ആക്കി മാറ്റാണ് ചെയ്തത്. ഇതുമായിട്ട് വലിയ കുറെ ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ ആസ് എ സ്റ്റാൻഡ് ലോൺ പെർഫ്യൂം ഇതിനുള്ള ക്യാരക്ടറും കാര്യങ്ങളും ഒക്കെ പുള്ളി എടുത്തു കളഞ്ഞു എന്ന് വേണം പറയാം. ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് റിവ്യൂല് സംസാരിക്കാം. സോ ലെറ്റ് us get to the review. വെൽക്കം ടു സൂഫി ഫാക്ടേഴ്സ്. ഹായ് ഓൾ, അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മുടെ പെർഫ്യൂം ഡിയോർ ഹോം പാർഫം ഇതിലേക്ക് വരുമ്പോൾ, ഡിയോർ ഹോം ഇൻറ്റൻസിനെ കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനായിട്ട് നമുക്കിന്ന് കാണാൻ പറ്റും. പുള്ളി തിരുവിടെ യങ് ആയിട്ടുള്ള ഒരു സ്വീറ്റർ ആയിട്ടുള്ള മനുഷ്യൻ. പക്ഷെ ഇദ്ദേഹം തിരു മെച്ചുവർ ആയിട്ടുള്ള, അത്യാവശ്യം കാര്യഗൗരവമുള്ള ഒരു ആളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എന്നാൽ ക്ലാസി ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ഈ ഒരു പെർഫ്യൂമിലേക്ക് വരുമ്പോൾ ഐറിസ് ആണ് ഡിയോർ ഹോം ഇൻറ്റൻസ്, ആ ഒരു ഡിയോർ ഹോം ലൈനിൽ വളരെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നോട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഐറിസ് ഇതിൽ നമ്മൾ ഈ ഒരു ആറ്റമൈസറിൽ കൂടെ തന്നെ സ്മെല് ചെയ്യുമ്പോൾ പിക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു, പക്ഷെ ഇത് തിരിയുടെ ബട്ടറിയാണ്, കുറച്ചുകൂടെ ഒരു വാക്സി ക്യാരക്ടർ. ഡിയോർ ഹോം ഇൻറ്റൻസിലാണ് അതിന് തിരിയുടെ ഒരു ലിപ്സ്റ്റിക്കി സ്വീറ്റ്നസ് ഉണ്ട്. പക്ഷെ തിരിയുടെ ഒരു ബട്ടറി സ്മൂത്ത് ക്യാരക്ടറാണ് അതിൽ കാണിക്കുന്നത്. സ്പ്രേ ചെയ്ത ഉടനെ നിങ്ങൾക്കത് പിക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ഐറിസിന്റെ ഓപ്പണിങ്ങിൽ മാൻഡറിൻ എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, നമുക്കറിയാം. അത് ഒരു സപ്പോർട്ടിങ് എന്നുള്ള നിലയ്ക്കാണ് ഇങ്ങനത്തെ സിട്രസുകൾ പലതും ഉണ്ടാവാറ്. ചെറുതായിട്ട് നിൽക്കാൻ പറ്റും. പക്ഷെ ഐറിസാണ് അതിന്റെ മെയിൻ പ്ലെയർ. എല്ലാവരും ഐറിസ് വന്നിട്ട് ഈ ഒരു സ്മൂത്ത് ബട്ടറി വാക്സി ക്യാരക്ടറൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. അതിന്റെ പിറകിലായിട്ട് ഇതിലുള്ള ഒരു നോട്ടാണ് ലെതർ. ലെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒംബ്രെ ലെതറിലൊന്നും കാണുന്ന തരത്തില്ല, മാലിക് അങ്ങനത്തെ സാധനമല്ല. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു പോഷ് അല്ലെങ്കിൽ ഒരു സൂപ്പർ ലക്ഷറീസ് ആയിട്ടുള്ള കാറിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ ലെതർ, അതിന്റെ ഉൾവശങ്ങളൊക്കെ എങ്ങനെ സ്മെല് ചെയ്യാൻ പറ്റുമോ ആ ഒരു ഫീലൊക്കെ തരുന്ന ഒരു സെന്റാണ്. പലപ്പോഴും ക്ലോസ് ആയിട്ട് സ്മെല് ചെയ്തോ, ക്ലോസ് ആയിട്ടല്ല, പലപ്പോഴും ഈ ഒരു സെന്റ് ഇങ്ങനെ എയറിൽ പിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് റബ്ബർ ലാറ്റക്സ് സാധനങ്ങളുടെ സ്മെല്ല് വരും. ഒരു ബലൂൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ സാധനങ്ങളുടെ, വേറെ ബലൂണും അപ്പോൾ ആ ബലൂണല്ലേ, അപ്പോൾ ആ ഒരു ടൈപ്പ് റബ്ബർ ലാറ്റക്സ് കൊണ്ട് ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളുടെ ഒരു സ്മെല്ല് ഇതൊന്നും പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിലാ ഒരു വാക്സി ബട്ടറി സ്മൂത്ത് ഐറിസിന്റെ സ്മെല്ല് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലെതറിന്റെ സ്മെല്ല് അതിന്റെ പിറകിലൂടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത്തിരി ഒരു ചാർഡ് ക്യാരക്ടർ ഉണ്ട്, അതായത് കുറച്ചൊരു ബേൺഡ് ആയിട്ടുള്ള ഫീല്. അത് ഡിയോർ ഹോം ഇൻറ്റൻസിലും എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, അതുപോലെയുള്ള ലെതർ. പക്ഷെ ഇതിന്റെ ആ ഒരു സ്മൂത്ത്നെസ് ഭയങ്കര രസമാണ്, ക്ലാസിയാണ്. നിങ്ങൾ നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്ത്, ഇപ്പോഴത്തെ മഴയത്ത് ഇൻഡോറൊക്കെ ഇരിക്കുന്നു, ചുമ്മാ ഒരു സ്പ്രേ ഒക്കെ അടിച്ച് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം ആയിരിക്കും. പക്ഷെ ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഓവർ സ്പ്രേ ചെയ്യാൻ പറ്റില്ല. 5 സ്പ്രേ ഒക്കെ മാക്സിമം. കാരണം പലപ്പോഴും എനിക്ക് ഓവർ ബെയറിംഗ് ആയിട്ട് തോന്നാറുണ്ട്. ഈ ഒരു ടൈപ്പ് ഓഫ് സെന്റ് ക്ലാസ് ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾ 10-15 സ്പ്രേ ഒന്നും അടിക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് സെന്റ് പ്രൊഫൈൽ ഉണ്ട്. ഒരു 3-4-5 സ്പ്രേ ഒക്കെ അടിച്ചിട്ട് അങ്ങനത്തെ എൻവയൺമെന്റ്സിലായിരിക്കും ഇത് ബെസ്റ്റ് സ്യൂട്ടഡ് ആവുക. നിങ്ങളൊരു കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഇൻഡോർ ഫംഗ്ഷന് പോവാണ്, നല്ല വെൽ സ്യൂട്ടഡ് ആയിട്ട് സെറ്റപ്പ് ആയിട്ട് പോകുമ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം ആയിരിക്കും ഡിയോർ ഹോം പാർഫം. പിന്നെ ഇതിൽ നോട്ട്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ട് കാണാൻ പറ്റും.
പക്ഷെ അതൊരിക്കലും നമ്മുടെ നാട്ടിൽ കാണുന്ന ആ ഒരു ഗുലാബ് അങ്ങനത്തെ റോസുകളുടെ സ്മെല്ലല്ല. പകരം ഇതിൽ മിക്കവാറും ടർക്കിഷ് റോസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്തിരി കൂടെ റിച്ച് ആണ്, ഒരു ഓപ്പിലൻ, എന്താ പറയാ, ഹണീഡ് ക്യാരക്ടർ ഒക്കെ ഉള്ള ചെറുതായിട്ട് സ്പൈസി അണ്ടർടോൺസ് ഒക്കെ ഉള്ള സെന്റ് ആയിരിക്കും. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് റോസ് ആയിരിക്കും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അത് നമുക്ക് സ്പെഷ്യലി എടുത്ത് പിക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അതിന്റെ കൂടെ വളരെ വെൽ ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. റോസ ദമസീന അങ്ങനെയാണ്ടാണ് ഒരു ടർക്കിഷ് റോസിന്റെ പേര്. നമ്മൾ ഓയിലൊക്കെ വാങ്ങുകയാണെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ബേസിലോട്ട് വരുന്ന ഒരു ക്രീമി സാൻഡൽ വുഡും കൂടെ ആകുമ്പോൾ ഇത് കംപ്ലീറ്റ് ആവും. ആ 3 നോട്ട്സ്. പിന്നെ അഗർവുഡ് മെൻഷൻ ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും. അത് ഡ്രൈ ഡൗണിലേക്ക് പോകുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഇതിന്റെ പിറകിലൂടെ ആ ഒരു സ്മോക്കിനെസ് ഉണ്ട്. ചിലപ്പോൾ അത് ഇമ്പാർട്ട് ചെയ്യാൻ, അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ആ ഒരു അഗർവുഡ് എന്നുള്ള നോട്ട് യൂസ് ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു വുഡി അണ്ടർടോൺസ് ഉണ്ട്. പക്ഷെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഊതിന്റെ, നമ്മൾ അനിമാലിക് ഊതിന്റെ ക്യാരക്ടറിലേക്കൊന്നും ഇത് പോകുന്നില്ല. പക്ഷെ ഇതൊരു ലക്ഷറിയസ് ആയിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള, ഈ ഒരു ഡിസൈനർ കാറ്റഗറിയിൽ വരുന്ന ഒരു സെന്റ് പ്രൊഫൈലാണ്. പക്ഷെ ഡിസൈനറിന് ഇതിനെ വിളിച്ചുകൂടാ. ഇതിന് ആ നീഷിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ബ്രാൻഡ് നെയിം കൊണ്ട് ഇത് ഡിസൈനറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതിന്റെ സെന്റ് പ്രൊഫൈൽ നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഐറസിന്റെ ബട്ടറി വാക്സി സ്മൂത്ത് ക്യാരക്ടർ, ആ ഒരു ലാറ്റക്സ് പോലെ ഇരിക്കുന്ന സ്മെല്ലുണ്ട്. പിന്നെ അതിന്റെ പിറകിലൂടെ ലെതർ വരുന്നുണ്ട്, ചെറുതായിട്ടൊരു ചാർഡ് സ്മോക്കി ഫീൽ ഉണ്ട്. പിന്നെ ബേസിലേക്ക് വരുന്ന ക്രീമി സാൻഡൽവുഡ്, ചിലപ്പോൾ വെറ്റിവറൊക്കെ കാണാം. ലൈറ്റ് ആയിട്ട് അവർ ഈ ഒരു ബ്ലെൻഡ് ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് വെറ്റിവർ പലതിലും യൂസ് ചെയ്ത് കാണാറുണ്ട്. എന്നിരുന്നാലും ആ ഒരു വുഡി ബേസ്, ക്രീമി ബേസ് ഒക്കെ വളരെ നൈസാണ്. പക്ഷെ ഈ ഒരു പെർഫ്യൂമിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊരിക്കലും യങ് ആയിട്ടുള്ള, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള, അല്ലെ ഫ്രഷ് സെന്റുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അത്രത്തോളം തന്നെ എൻജോയ് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഞങ്ങളിപ്പോൾ ഒരു 18-20 വയസ്സുള്ള ഒരു പുള്ളിയാണ്. അപ്പം ഞാൻ കോളേജിൽ പോകുന്ന ഒരു പയ്യനാണെങ്കിൽ, ഞാൻ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല ഇതൊരു സൂപ്പർ പെർഫ്യൂമാണ്. പക്ഷെ ആസ് യു ഗെറ്റ് ഓൾഡർ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റ് പ്രൊഫൈലൊക്കെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഒരു സ്പ്രേ ഒക്കെ അടിച്ചിട്ട് അകത്തൊക്കെ ഇരുന്ന് എങ്ങനെ എൻജോയ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾ ഡിയോറോം പാർഫം ട്രൈ ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു കോംപ്ലക്സിറ്റി ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി സമയമെടുക്കും. ഞാൻ ആദ്യം അടിച്ചപ്പോൾ എനിക്ക് ആ ഒരു ലാറ്റക്സിന്റെ സ്മെല്ലൊന്നും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായില്ല. പക്ഷെ ഞാൻ പിന്നെ മഴയൊക്കെയുള്ള സമയത്ത്, ഈ കഴിഞ്ഞ ഡിസംബർ സമയത്തൊക്കെ കുറച്ചേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഞാൻ 2-3 സ്പ്രേ ഒക്കെ അടിക്കുക, അങ്ങനെ ഇരിക്കുക, ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ബിറ്റ്സ് ഇങ്ങനെ ഇട്ടുക, അങ്ങനെ എൻജോയ് ചെയ്യാന്നുള്ള ആ ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സെന്റ് പ്രൊഫൈൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുള്ളതാണിത്. നിങ്ങൾ ഒരിക്കലും ഇതൊന്നും അടിച്ച് ചാടിക്കേറി പോയിട്ട് എല്ലാവരും നിങ്ങൾക്ക് കോംപ്ലിമെന്റ് ചെയ്തിരുന്നൊന്നും വിചാരിക്കരുത്. എല്ലാവരും നിങ്ങൾ സൂപ്പറായിട്ട് സ്മെല് ചെയ്യുന്നുണ്ടെന്ന് പറയുമെന്ന് വിചാരിക്കരുത്. പകരം ഇത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ആ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരു പെർഫ്യൂം ആയിരിക്കും. ഡിയോറോം ഇന്റൻസ് ആണെങ്കിൽ ഇത്തിരി കൂടെ ഒക്കെ ആൾക്കാർ ആ ഒരു ബിസ്ക്കറ്റ് ലൈക്ക് സ്വീറ്റ്നെസ് ഒക്കെ ഉള്ളതുകൊണ്ട് പൊതുവെ ഇത്തിരി സ്വീറ്റ് സെന്റിനോട് പിള്ളേർക്കും പിന്നെ ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതിലൂടെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ഗണത്തിലേക്ക് പെടുത്താൻ പറ്റുന്ന പെർഫ്യൂമാണ്. പിന്നെ ഇതിന്റെ ലോഞ്ചിവിറ്റി, പെർഫോമൻസ് കാര്യമൊക്കെ എന്തായാലും 6 hours മേലെ എനിക്ക് ക്ലോക്സിൽ ലാസ്റ്റ് ചെയ്യാറുണ്ട്. വേറെ കുഴപ്പമില്ലാത്ത തരത്തിൽ ഇത് പുഷ് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നുകൂടെ ക്ലോസ് ആയിട്ടുള്ള ഒരു സെന്റ് പ്രൊഫൈലാണ്. വളരെ നമ്മുടെ എലഗന്റ് ആയിട്ട് നമ്മുടെ ചുറ്റിലും ഒരു സെന്റ് ബബിൾ, ആ ഒരു ഐറസിന്റെ സ്മെല്ല് തീർത്തിട്ട് അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങളൊരു റൂം ഫില്ലിംഗ് പെർഫോമൻസ് ഉള്ള പെർഫ്യൂമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡിയോറോം പെർഫ്യൂം മേടിക്കണ്ട. പകരം ഇത് വളരെ സട്ടിൽ ആയിട്ടുള്ള ലക്ഷറിയസ് ഫീലിംഗ് ഉള്ള റിച്ച് ഒപ്പിലന്റ് സെന്റ് പ്രൊഫൈൽ ഉള്ള ഒരു പെർഫ്യൂം ആയിരിക്കും. അപ്പം നിങ്ങളെ ചുറ്റിലും നൈസ് ആയിട്ടുള്ള ഒരു സെന്റ് ബബിൾ കുറെ സമയത്തേക്ക്, പക്ഷെ വളരെ മെച്ചുവർ ആയിട്ടുള്ളൊരു ക്യാരക്ടറുള്ള സെന്റ് പ്രൊഫൈലാണ്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ മാത്രമേ ട്രൈ ചെയ്യാവൂ. ഇതിന്റെയൊക്കെ ശരിക്കും നിങ്ങൾ ഡീപ്പിന് ട്രൈ ചെയ്തിട്ട് മാത്രമേ വാങ്ങിക്കാമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ കുറെ കാലമായിട്ട് പെർഫ്യൂമേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്, കുറച്ചുകൂടെ മിഡിൽ ഈസ്റ്റേൺ സ്റ്റൈൽ പെർഫ്യൂമറി ഇഷ്ടമുള്ളവരാണ്, അങ്ങനത്തെവരാണെങ്കിൽ വലിയൊരു സീൻ ഉണ്ടാവില്ല. എന്നിരുന്നാലും ഈ ഒരു റബ്ബർ ലാറ്റക്സ് പോലെയുള്ള സ്മെല്ലൊക്കെ ചിലപ്പോൾ അത്ര എത്രത്തോളം പിടിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലെൻഡ് തന്നെയാണ് ഡിയോറോ. എന്നാലും വെയറബിലിറ്റി ഭയങ്കര കുറവാണ്. എനിക്ക് എവിടേക്ക് വെയർ ചെയ്യണമെന്ന് കൺഫ്യൂഷനുള്ള ഒരു പെർഫ്യൂം കൂടെയാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് വെയർ ചെയ്യാറുള്ളത്. അപ്പോൾ അത്രയും ഡ്രസ്ഡപ്പ് ആയിട്ടുള്ള ഒരു സമയത്ത് ഞാനിത് യൂസ് ചെയ്തിട്ടില്ല എന്ന് വേണേൽ പറയാം. അപ്പോൾ പിന്നത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡിയോറോ പെർഫ്യൂം നമ്മുടെ ഫ്രാൻസിസ് കുഗ്ജിയാൻ നശിപ്പിച്ചതെന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ തവണ സൗദി വിസിറ്റ് ചെയ്ത സമയത്താണ്, തിരിച്ചു വരുന്ന സമയത്താണ് ഡിയോറോ പെർഫ്യൂം 2025 ട്രൈ ചെയ്തിട്ടുള്ളത്. ആ പുള്ളി ഒത്തിരി കൂടെ വെയറബിൾ, കുറച്ചുകൂടെ മാസ് പ്ലീസിങ് ആയിട്ടുള്ള ക്യാരക്ടർ,
ഇത് ഷെൽഫിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും വാങ്ങിക്കൊള്ളുന്നില്ല. പക്ഷെ നിങ്ങളിപ്പോ ഒരു ലെമാൽ ലെപാർഫം അല്ലെങ്കിൽ അതുപോലെ കുറച്ചുകൂടെ സ്വീറ്റർ ആയിട്ടുള്ള കേക്ക്, കുറച്ചുകൂടെ ആൾക്കാർക്ക് പലറ്റബിൾ ആയിട്ടുള്ള വലിയ കുഴപ്പമില്ലാത്ത ടൈപ്പിലുള്ള പെർഫ്യൂംസ് ആണ് ഉദ്ദേശിക്കുന്നത് ഇറക്കുന്നതെങ്കിൽ ആൾക്കാർ ഒന്നുകൂടെ ട്രൈ ചെയ്തിട്ട് കൊള്ളാലോ. ജസ്റ്റ് എവറിഡേ യൂസിന് പെർഫ്യൂംസ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഭയങ്കര എന്താ എന്തൂസിയാസ്റ്റുകളല്ല. ഇതിന്റെ പിറകെ നടക്കുന്ന മനുഷ്യന്മാരല്ല. അല്ലാത്തവർക്ക് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് ഉദ്ദേശിച്ചാണ് പുള്ളി അതിൽ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളതെന്ന് തോന്നുന്നു. യൂറോം ഇൻഡൻസിലും 2025 ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവിടെ കാണിക്കാം. വീഡിയോ എൻ്റെ കയ്യിലുണ്ടെന്ന് പ്രതീക്ഷിക്കും. വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ ഉണ്ടെങ്കിൽ ഇതിന് മേലെ കൂടെയിടാം. അപ്പോൾ അങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു പെർഫ്യൂം നിങ്ങൾ പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും കണ്ണും പൂട്ടി വാങ്ങിക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പെർഫ്യൂം ആയിരിക്കില്ല ഇത്. പക്ഷെ ദിസ് വാസ് ഗുഡ്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ കഥകൾ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും